എന്ത് പറയും അയ്യ പേരിനില്ലെങ്കിൽ നാളെ ഞാൻ മേളയിലേക്ക് ഒന്ന് പോയിട്ട് ഷൗട്ട് വെച്ചാ വാങ്ങണം. നീ ആ മേള പോയിട്ട് ഞാൻ വാങ്ങിയിട്ട് ചെയ്യും. എന്നാലും മുമ്പ് വാങ്ങണം വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും എന്നോട് എന്നോട് ചോദിക്കാം എന്താണ് ആർട്ടിഫിഷ്യൽ എന്താണ് എന്തെങ്കിലും കാര്യപ്പെട്ടെന്ന് നമ്മുടെ ഈ ഡയറ്റ് ഒക്കെ എങ്ങനെയാണ്? മറ്റേ ഇപ്പൊ കണ്ണനെ പോലുള്ള ഒരാൾക്ക് ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലെവലിൽ നമ്മൾ അതായത് ഇപ്പൊ ഇൻസ്റ്റയില് പറയില്ല അത് കഴിക്കാൻ പാടില്ല ഇത് കഴിക്കാൻ പാടില്ല. അതൊന്നും നമ്മള് ചെവി കൊടുക്കില്ല. കാരണം നമ്മൾ അല്ല ഞാൻ പറഞ്ഞുതരാം. 3 കാറ്റഗറി നമ്മളതിൽ ഏതിലാണ് എന്ന് നമ്മൾ ആദ്യം സ്വയം ഇതാക്കണം. അതായത് ഒരു മിഡ് അല്ലെങ്കിൽ ഒരു ബിഗിനർ, മിഡ്, പ്രോ. ബിഗിനർ ലെവലൊക്കെ ഒരു പ്രോ ലെവലിലൊക്കെയാണ് നമ്മള് ആവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഇതാക്കണം. അത് കഴിക്കാൻ പാടില്ല, ഇത് ഓയിൽ കണ്ടന്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്. പ്രോ ലെവലൊക്കെ ആണെന്ന് ഫാറ്റ് എന്ന് പറഞ്ഞാൽ എത്രയും കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കണം. പോയിന്റ് വരെ ബോഡി ബിൽഡേഴ്സ് ഒക്കെ പറഞ്ഞില്ല, അവരുടെ ബോഡി ഫാറ്റ് കൗണ്ട് എടുത്ത് നോക്കിയാൽ 0% ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ലെവലൊക്കെ ആണെന്ന് അത്രയും ഫുഡിൽ അത്രയും കോൺസെൻട്രേറ്റ്. നമ്മള് പ്രോ ഒന്നും അല്ലല്ലോ, നമ്മള് ഒരു മിഡിൽ പിടിച്ചാൽ മതി. അപ്പൊ പിന്നെ നമ്മൾക്ക് കൈ കിട്ടിയതൊക്കെ നമ്മൾ എന്താ പറയാ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഫുഡുകളൊക്കെ കിട്ടും. എന്ത് അങ്ങനെ നമ്മളിപ്പോ അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കില്ല. കിട്ടിയതൊക്കെ കഴിക്കും, കുഴപ്പമൊന്നുമില്ല. ഫാറ്റും അത്ര വലിയ കൺസേൺ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വല്ലാതെ ഫാറ്റ് മാത്രം അതെടുക്കുന്നു. പിന്നെ ഒരു ചോറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചോറൊക്കെ ഒന്ന് അളവ് കുറയ്ക്കുക. സൈഡ് ഡിഷായിട്ട് നമ്മൾ കഴിക്കുന്ന ഉപ്പേരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂട്ടുക. ഞാനിപ്പോൾ എങ്ങനെയാണ് കഴിക്കുന്നത്, ചോറ് ഇത്തിരി എടുക്കും, എന്നിട്ട് ഇപ്പോൾ കൂർക്കപ്പേരി ആണെങ്കിൽ അത് തോനെ, പിന്നെ ഒരു 2 ഡബിൾ ഓംലെറ്റ് അല്ലെങ്കിൽ 3, 6 വരെ നല്ല കട്ടി ഉണ്ടാവും, ബെഡ് പോലെ ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, ഉണ്ടാക്കി ബെഡ് എടുത്ത ബെഡ് ഇതെല്ലാരും കൂടി കല്യാണത്തിന് എമ്മ വാങ്ങിയിട്ടുണ്ട്. എമ്മിട്ട് കിടന്ന മുട്ട പോലും മുട്ടില്ല. അല്ല മുട്ടയുടെ മേലെ കിടന്നാല് പൊട്ടില്ല. ഞാനൊരു കോഴിമുട്ട 10 കോഴിമുട്ട മാക്സിമം 3 എണ്ണാക്കിട്ടുണ്ടാക്കും. 3 പൊട്ടി ഒരെണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു നേരം 2 ഉച്ചക്ക് തന്നെ ഉച്ചയും പ്രീ വർക്കൗട്ട്. അതാണ് അടുത്ത തെറ്റ് തന്നെ. മഞ്ഞ കഴിക്കണോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഇങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞാലും തൊട്ടിട്ട് തന്നെ ഞാൻ ഇതിന്റെ ഒരു ഇത് കുഴപ്പമാവോ എന്നുള്ള രീതിയിൽ ഞാൻ പേടിച്ച് കഴിക്കാൻ തുടങ്ങി. എന്തെങ്കിലും ബോഡി ചേഞ്ചസ് വരുന്നുണ്ട്, കൊളസ്ട്രോൾ കൂടുണ്ടോന്നൊക്കെ. അങ്ങനെ കഴിഞ്ഞ കൊല്ലം തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം. കാരണം മഞ്ഞൊന്നും വലിയ നമ്മുടെ കൊളസ്ട്രോൾ കൂട്ടണമൊന്നുമില്ല. കാരണം അത്രയും കഴിക്കുന്നില്ല, 10 എണ്ണം ഫുള്ളും കഴിക്കുന്നുണ്ട്. അതും എന്നിട്ടും എന്റെ കൊളസ്ട്രോൾ കൂടിയിട്ട് ഈ ഇടായിട്ടാണ് നമ്മുടെ ബോഡി തന്നെ ജനറേറ്റ് ചെയ്യണതാണ്, നമ്മുടെ ലിവർ ജനറേറ്റ് ചെയ്യണമെന്നാ. ഫുഡ് കഴിച്ചിട്ടൊന്നും നമുക്ക് കൊളസ്ട്രോൾ കൂടില്ല എന്നാ പറയാം. ഇവരൊക്കെ വേറെ വഴിക്ക് എന്തൊക്കെയോ ആയിരിക്കും. ഈ റെഡ് മീറ്റ് കഴിക്കുന്ന ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫാറ്റ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന സാധനം റെഡ് മീറ്റ് ആണ്. ബീഫ് അത് ബീഫിലൊക്കെ ഓൾറെഡി ബീഫിൽ കൂടുതലുണ്ട് മറ്റേ നെയ്യ് പോലത്തെ സാധനം ഉണ്ടല്ലോ, അതെ. ഭയങ്കര ബീഫ് കഴിച്ച് ശരിക്കും ഒരു പൊതുവെ നമ്മള് കുറേശ്ശെ വല്ലപ്പോഴൊക്കെ കഴിക്കുള്ളൂ. ചിലപ്പോ നമ്മള് ഏൽക്കുണ്ടാവില്ല. നമ്മളൊക്കെ ഒരു വലിയ കുഴപ്പമില്ലാതെ പോണതിന്റെ ഒരു കാരണം നമ്മളെല്ലാരും ഏകദേശം ഒരേ ലൈഫ് സ്റ്റൈൽ അല്ലേ. വീട്ടിലായാലും ചിക്കനും ഒന്നും മേടിക്കണമൊന്നുമില്ലല്ലോ.
ചിക്കൻ ഇല്ലാതെ കഴിക്കാൻ പറ്റാത്ത ടീമൊക്കെ ഉണ്ട്. ഈ ഫിഷ് ഒരു രീതിയിൽ നമ്മളെ അങ്ങനെ വലിയ സീനാക്കുന്നത് ഭയങ്കര ഗുണപരമായിട്ടുള്ള സംഭവം. മറ്റേ കടൽ മീൻ ഇട്ട പുഴമീൻ, കടൽ മീൻ പുഴമീനും വ്യത്യാസമുണ്ട്. അത് ഈ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ എന്താ ഫിഷ് ഓയിലൊക്കെ ഉള്ള സംഭവം, എന്തോ ഒരു സംഭവം ഉണ്ട് കടൽ മീനിലുള്ള. കടൽ മീനിന്റെ ആ ന്യൂട്രീഷൻസ് എടുത്ത് നോക്കിയാ, കടൽ മീനിന്റെ ന്യൂട്രീഷൻസ് വാല്യൂസ് എടുത്ത് നോക്കിയാ പുഴമീനും വളർത്തുന്ന മീനൊന്നും ഇതൊന്നും കഴിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ടേസ്റ്റിന് കഴിക്കാന്നല്ലാതെ മീൻ കഴിച്ചിട്ടുള്ള എന്തെങ്കിലും ഗുണം കഴിക്കണം വേണമെങ്കിൽ കടൽ മീൻ കഴിക്കണം. അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളാണ്. പിന്നെ ഫിഷിനേക്കാൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചിക്കൻ മേടിക്കാം. പിന്നെ ഒരു ഡൗട്ട് കൂടിയിട്ട്, ഒരാഴ്ചയിൽ നമ്മൾ എത്ര ദിവസം വർക്കൗട്ട് ചെയ്യാം? ഒരാഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ വർക്കൗട്ട് ചെയ്താൽ മതി. എന്നും കിടന്ന് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് അത് റിക്കവർ ചെയ്യണ്ടേ. ഇഞ്ചുറീസ് ശരിക്കും നന്നായിട്ട് ഒരു ദിവസം നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോണ ആളാണെന്ന് വെച്ചെങ്കിൽ ഒരു ദിവസം നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ആ ഒരു പമ്പ് ഉണ്ടാവില്ല, നമ്മൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല പമ്പായിട്ട് നിൽക്കില്ല. എന്നിട്ട് പിറ്റേ ദിവസം ആള് വർക്കൗട്ട് ചെയ്തില്ല, പക്ഷെ നല്ല കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ ഒന്നും കൂടി സൈസ് ആയ പോലെ നമുക്ക് തോന്നും. കാരണം ആ റെസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് എന്തൊക്കെയോ ബോഡി ചേഞ്ചസ് ഒക്കെ വന്നിട്ട് റെസ്റ്റ് നന്നായിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അവിടെ ഇവിടേക്ക് വേദന ആ സമയത്താണ് വരിക. ഏത് മസിൽസിനാണോ വർക്കൗട്ട് ചെയ്ത് ആ വേദന ആ നേരത്ത് അവിടെ ഉണ്ടാവും. കാരണം അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് വരും. നല്ല റെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര ഹാർഡ് കോർ ആയിട്ടൊന്നും വർക്കൗട്ട് ചെയ്യരുത്. മിനിമലായിട്ട് ഒരു പറ്റണ വെയിറ്റ് അല്ല, പറ്റണ വെയിറ്റ് എടുത്താൽ വലിയ പ്രോഗ്രസ് ഒന്നും ഉണ്ടാവില്ല. കുറച്ചിങ്ങനെ വെയിറ്റ് ഒന്ന് ഒരു പൊടിക്ക് കൂട്ടിയിട്ട് നമ്മളിങ്ങനെ തല്ലിയിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യും. അതിനൊന്നും ആവശ്യമില്ല. ശരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒറ്റയ്ക്ക് അത് ഭയങ്കര ആ ഒരു ഒറ്റ സെക്കൻഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ബോഡി ബിൽഡേഴ്സ് എസ്പെഷ്യലി സ്റ്റീറോയിഡ് ഒക്കെ അടിച്ചവരൊക്കെ ഭയങ്കരമായിട്ടും സ്റ്റീറോയിഡ് അടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമല്ല, സ്റ്റീറോയിഡ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഡയറ്റ് നന്നായിട്ട്, അതായത് ഓരോ ഡോസേജിനും അതിന് വേണ്ട ഇത്ര അളവിലുള്ള ഫുഡ് ഒരു കണക്കുണ്ട്. ഒരു സ്റ്റീറോയിഡിന്റെ പേരൊന്നും അറിയില്ല, പക്ഷെ ഓരോ സംഭവങ്ങളുണ്ട്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത്ര ഗ്രാം ഇന്നത്, ഇത്ര ഗ്രാം ഇന്നത് ഡെയിലി വെച്ച് കഴിക്കണം. അത് കഴിച്ചില്ലെങ്കിലൊക്കെ ഇതിന്റെ നെഗറ്റീവ് എഫക്റ്റ് നമുക്ക് നമ്മുടെ DNA ചേഞ്ച് ആക്കുന്ന പരിപാടിയല്ലേ. അത് ഭയങ്കര പ്രോസസ്സാണത്. അങ്ങനെയുള്ളവരൊക്കെയാണ് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ. മസിൽ ബിൽഡിംഗ് മാത്രല്ലല്ലോ, വേറെ എന്തൊക്കെ ഈ മെഡിക്കൽ സയൻസ് അങ്ങനെ. എന്റെ അച്ഛൻ ഇങ്ങനെ ഈ വയ്യാതായപ്പോ കാലിന് മറ്റേ യൂറിക് ആസിഡ് ഇഷ്യൂ വന്നപ്പോ വേദന മാറാൻ വേണ്ടി സ്റ്റീറോയിഡ് കുത്തിച്ചെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്താണ് അതിന്റെ സൈഡ് പേര് സ്റ്റീറോയിഡ്, അങ്ങനെ ഓരോ ഇതുണ്ട്. സ്റ്റീറോയിഡ് അടിക്കണവര് നല്ല മീൻസ് ഫിനാൻഷ്യലി ഒക്കെ നല്ല ചിലവാകും ഈ ഫുഡൊക്കെ. കാരണം കമ്പൽസറി ആയിട്ട് കഴിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് വരുന്ന ഈ കഴിച്ചവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉള്ളത് വർക്കൗട്ടിന്റെ കേസ്. സ്റ്റീറോയിഡ് അടിച്ചിട്ടുണ്ടാക്കിയ ബോഡി നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ഈ ചെസ്റ്റിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ അവിടെ ഒരു ഷേപ്പ് മാറും, ഒരു സ്വാഭാവികത ഫീൽ ചെയ്യില്ല. എന്തോ ഒരു മറ്റേ ആര്യല്ലേ, നമ്മുടെ ആര്യയുടെ ചെസ്റ്റ് ആര്യയുടെ ബോഡി ഭയങ്കര ആള് ആ സ്റ്റിറോയിഡിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ഫേസ് ചെയ്തതാണ്. ആളുടെ ആ ചെസ്റ്റ് നോക്കി കഴിഞ്ഞാല് ബോഡി ഭയങ്കര പുറമെന്ന് നോക്കുമ്പോൾ ഭയങ്കര സെറ്റ് ആവുള്ള ബോഡി, പക്ഷെ ഷർട്ട് ഊരി കഴിഞ്ഞാല് ഇത് ഇങ്ങനെ അങ്ങനെ ഒരു ഫുഡ് ഈ ചെസ്റ്റിന്റെ ആ ഒരു ഈ ഒരു ആ നിപ്പിൾ പോർഷൻ ഉണ്ടല്ലോ, അവിടെ കുറച്ച് ഫാറ്റ് ആണ് കയറിയിട്ട് അവിടെ മാത്രം ഉണ്ട് വലുതായി നിൽക്കും. അപ്പൊ ആലോചിച്ച് നല്ല ഷേപ്പിലാണ് ഒരു ഹമ്പ്. അത് ഭയങ്കര ബോറായിട്ട് ഇവന് ഷർട്ട് ഊരി നിൽക്കാനേ പറ്റില്ല. എന്ത് ബോഡി ബിൽഡറാന്ന് പറഞ്ഞിട്ട് ഷർട്ട് ഊരി ഒരു രസം ഉണ്ടാവില്ലാണ്. കാരണം ആളുടെ മീൻസ് ആ പ്രൈം സമയത്തൊക്കെ ഭയങ്കര രസമല്ലേ. ഷർട്ട് ഊരിയ ഷോട്ടില്ലാത്ത സിനിമ ഇല്ല. പക്ഷെ പിന്നെ ഷർട്ട് ഊരുന്ന ഷോട്ട് വെക്കാതെ കഴിയും സിനിമ.
അങ്ങനെ ഇത് വന്നത് സ്റ്റിറോയിഡിന്റെ അപ്പൊ അത് പിന്നെ ശരിയാക്കണമെങ്കിൽ നല്ല പണിയെടുക്കും. മൂവിക്കൊക്കെ വേണ്ടി steroid അങ്ങനെ കടിച്ചാൽ പോലെ ആള് മാറും, നമ്മുടെ ഇത് മാറും, നമ്മുടെ ഓൾറെഡി മാറിയല്ലോ, നമ്മുടെ ജനിതകപരമായിട്ടുള്ള നമ്മുടെ ബോഡി ഷേപ്പ് ഒക്കെ മാറിയിട്ടുണ്ടാവും സ്റ്റിറോയിഡ് അടിച്ചു കഴിഞ്ഞാൽ. എന്നിട്ട് ആള് റിക്കവർ ചെയ്തിട്ട് റിക്കവറി ചെയ്യും. പക്ഷെ സ്റ്റിറോയിഡ് ആണെന്ന് ആള് പറഞ്ഞിട്ടൊന്നുമില്ല, അറിയുന്നവർക്ക് അറിയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്. അത് ഒട്ടുമിക്ക ഇപ്പൊ ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ഒപ്പം വർക്കൗട്ട് ചെയ്തിരുന്ന ആൾക്കാരെ കണ്ടു സ്റ്റിറോയിഡ് അടിച്ചിട്ടും വർക്കൗട്ട് ചെയ്യുന്നു. അവരുടെ സിസ്റ്റം ഇതേ ഷേപ്പ് തന്നെ കാണുന്നത് പെട്ടെന്ന്. പിന്നെ ഒരു തരം നമ്മുടെ കളറൊക്കെ ഒന്ന് മാറും, ഒരു പ്രത്യേക ഒരു ടോൺ മാറുമല്ലോ, അതായത് ബോഡിയുടെ രസമില്ലാത്ത കളറല്ല, നമ്മുടെ ബോഡിയുടെ ടോൺ മാറും, നമ്മുടെ ഫേസിന്റെ ഒക്കെ ഒരു ഇത് മാറും സ്റ്റിറോയിഡ് അടിച്ച് കഴിഞ്ഞാൽ. ഷേപ്പൊക്കെ മാറും, കാണാൻ അട്രാക്റ്റീവ് ആവും, പക്ഷെ മാറും എന്നുള്ളൊരു ഈ ഇങ്ങനെ അടിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭയങ്കര ഭീകരമായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കാണില്ലേ ഓരോ ബോഡി ബിൽഡേഴ്സിന്റെ അവസ്ഥ. പക്ഷെ ശരി തന്നെയാണ്, പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഭയങ്കര സീനൊന്നുമല്ല. എങ്കിലും ഈ ഇന്റേണലി ആണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ആൾ കാഴ്ചക്ക് ജിമ്മൻ തന്നെ ആയിരിക്കും, പക്ഷെ പല ആരോഗ്യ പ്രശ്നങ്ങളും സൈഡായിട്ട് വരും. അതൊന്നും നമ്മൾ കാണുന്നില്ല, അങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല. എല്ലാവരും പറയുന്നത് മസിലില് വന്ന് ഒരു ഫ്ലഷ് വന്ന് അത് എന്താ പറയാ കയറി അത് പുറത്തേക്ക് എടുത്ത് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഉണ്ടാവുക. മെയിനായിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഫെർട്ടിലിറ്റി അവിടെയൊക്കെയാണ്. അല്ലാതെ ഈ ജിമ്മ് പോയാൽ കുട്ടി ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത്, ജിമ്മ് പോയി ഇങ്ങനെ ഓരോ പരിപാടി കാണിച്ചിട്ട് കുട്ടി ഉണ്ടാവാതെ ഇരിക്കുന്ന പ്രശ്നങ്ങൾ വന്നവരുണ്ട്. അല്ലാതെ ജിമ്മ് പോയാൽ കുട്ടി ഉണ്ടാവും അങ്ങനെയൊന്നും. പക്ഷെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഭയങ്കര നമ്മളെ എത്ര കാലം വേണമെങ്കിലും നമ്മളങ്ങനെ ലെഗ് കഴിഞ്ഞിട്ടാടാ ബേസിക് ആണ് വിത്ത് PT ആണെങ്കിൽ 4000 ഒരു മാസം. ശരിക്കും നമ്മൾ കാർഡിയോ ചെയ്യണത്രേ, മറ്റേത് മാത്രം പോരാ. നമ്മള് സാധാരണ ജിമ്മിലൊക്കെ പോകുമ്പോ ആൾക്കാർ ചിലപ്പോ നമ്മളോട് ചോദിക്കും, അല്ല ഈ എന്തിനു കാർഡിയൊക്കെ ചെയ്യുന്നത്? ഞാൻ ചെയ്യണ്ടേ? കൊറേ തെറ്റുകാരനായാല് നമ്മള് തിരുത്തേണ്ടതുണ്ട്. അതുപോലെ ഞങ്ങളോട് പറഞ്ഞേ എല്ലാ ദിവസവും കാർഡിയോ ചെയ്യണ്ട, നിങ്ങൾ അതിന് വേണ്ടി ആപ്സിനും ഏത് ഇപ്പൊ മസിൽസ് വർക്കൗട്ട് ചെയ്യുന്ന ഇപ്പൊ ബൈസിന് ഞാൻ ഇങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് എനിക്ക് ലെഗ് ആണ് വേണ്ടത്. ലെഗ് ഞാൻ വീക്ക്ലി 2 വട്ടം ലെഗ് വരണം എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ അവിടെ ഒരു നോർമൽ ഷെഡ്യൂൾ ഉണ്ട്, അത് വെച്ചാൽ വീക്ക്ലി വൺസ് ലെഗ് വർക്കൗട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തു ഓരോ ദിവസം 2 മസിൽസ് വെച്ച് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് വീക്ക്ലി 2 വട്ടം ലെഗ് വർക്കൗട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എല്ലതും 2 വട്ടം കിട്ടും. എല്ലാവരും 2 വട്ടം ചെയ്യും, ലെഗ് മാത്രം വീക്കിലി ഉണ്ട്. അതും ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. അപ്പോൾ 2 ആഴ്ചയിൽ ഒരു ലെഗ് വർക്കൗട്ട് ആയിട്ട് അതുകൊണ്ട് കുറയും. ഈ വീക്കിലി 2 വട്ടം എന്ന് പറയുമ്പോൾ അത് വീക്കിലി 2 വട്ടം ചെയ്യാൻ പറ്റുമല്ലോ ബാക്കിയുള്ള മസിൽസിന്? നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്താൽ മതി. ത്രൂ ഔട്ട് ചെസ്റ്റ് ആണ് 2 പാർട്സിനെ കളി ഉണ്ടാവുള്ളൂ. പക്ഷെ ചെസ്റ്റ് മാത്രമാണ് വെച്ചെങ്കിൽ ഒരുപാട് വർക്കൗട്ടുകൾ ഉണ്ടാവും. ഇത് കുറയ്ക്കുക, അതൊരു പകുതി വെക്കുക, എന്നിട്ട് 2 മസിൽസിന് വർക്കൗട്ട് ചെയ്യുക. അതിന് ഇതുണ്ട്. ചെസ്റ്റ് ആണ് വെച്ചെങ്കിൽ ട്രൈസ് അങ്ങനെ പോയി കഴിഞ്ഞാൽ 2 പ്രാവശ്യം കിട്ടാനുള്ള ടൈം ഉണ്ട്. കിട്ടും. ഒരു ആഴ്ചയിൽ 2 വട്ടം കിട്ടും. തിങ്കള് ചെസ്റ്റും അങ്ങനെയല്ല, നിങ്ങളൊക്കെ മാറും. ചെസ്റ്റ് ട്രൈസ് വിങ്സ് ബൈസ് പിന്നെ ഷോൾഡർ ഫോറാം ലെഗ് അങ്ങനെ കൊടുക്കും. ഈ ഫോറാമിന് ആകെ ഒരു ഇതേ ഉള്ളൂ. അല്ലല്ല, ഫോറാംസ് 3 മസിൽ നമ്മളെ കൊണ്ട് അതൊക്കെ ഭയങ്കര. ഓരോ ജിമ്മിൽ ഇപ്പൊ റവല്യൂഷനിൽ ചെന്ന് കഴിഞ്ഞാൽ കാഫിനും വർക്കൗട്ടേ ചെയ്യുന്നില്ല. കാഫ് മസിൽസും ഫോറാംസും ഇതാണ് ഏറ്റവും എക്സ്പോസ്ഡ് ആയിട്ടുള്ള മസിൽസ് ആണ് ഈ 2. ബാക്കിയുള്ളൊക്കെ നമ്മള് ഷർട്ട് ഇട്ട് കഴിഞ്ഞാല് എല്ലതും. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് ഇതിനൊക്കെയാണ് ബ്യൂട്ടി ഇരിക്കുന്ന ആ ഒരു മസിൽ, ഒരു മസ്കുലർ ബ്യൂട്ടി ഇരിക്കുന്നത് ഇവിടെയാണ്, ഈ ഒരു ഭാഗത്ത്. ഈ ഒരു ഭാഗമാണ് നമ്മളൊരു ആളുടെ ഒരു ഇവിടെ ലീനായിട്ട് ബാക്കിയുള്ള എന്തുണ്ടെങ്കിലും ഇതൊരു അപാകതയാണ്. ഒന്നാമത് ഇതാണ് ഏറ്റവും പുറത്തേക്ക് കാണുന്ന മസിൽ. അപ്പൊ അത് നന്നായിട്ട് ചെയ്യണതാണ്. അതൊക്കെ നമ്മൾ ചിലപ്പോ ഷെഡ്യൂളും അങ്ങനെ ഒരു എല്ലാ മസിൽസും പോലെ തന്നെ ഒരു കാര്യമായിട്ടുള്ള വർക്കൗട്ട് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇത് ഒരു 2-3 മസിൽസിന്റെ ഒരു കോമ്പിനേഷനാണ്. അതിന് അത്രയും വർക്കൗട്ടേ ഉള്ളൂ.
പിന്നെ വല്ലാതെ വെയിറ്റ് ഇട്ടിട്ടും ഇപ്പോൾ 60 കിലോ ഒന്നും ചെറിയ വെയിറ്റിൽ നമ്മൾ നന്നായിട്ട് അപ്പോൾ അത് സൈഡായിട്ടൊക്കെ നമുക്ക് ചെയ്യാം. മീൻസ് ഓരോ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആ സമയത്തൊക്കെ നമുക്ക് ചെറുതായിട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് വരും. ലെഗ് വർക്കൗട്ടിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ എന്താണ് പറഞ്ഞത്, വീക്ക്ലി 2 അതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ വീക്കിലി 2 വട്ടമാണ് ലെഗ് വർക്കൗട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചെയ്താൽ മതി ആപ്സിന്, വീക്കിലി 2 വട്ടം. അത് എന്നും കിടന്നിട്ട് ആപ്സിന് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എല്ലാ മസിൽസും ചെയ്യുന്നപ്പോൾ തന്നെ 2 വട്ടം ആപ്സിന് വർക്കൗട്ട് ചെയ്യാം. അതും കാര്യമായിട്ട് ചെയ്യുക, ഇതേപോലെ ചെയ്യാം. അതേപോലെ കാർഡിയോയും ചെയ്യാം. ഇനി കാർഡിയോ പറഞ്ഞാൽ ഈ ലിഫ്റ്റ് ചെയ്യണ പോലത്തല്ല, ലിഫ്റ്റ് ചെയ്യണ പോലെയല്ല കാർഡിയോ. കാർഡിയോ ഭയങ്കര പണിയാണ്. കാർഡിയോ ഒരു 10 മിനിറ്റ് ഓടി ട്രെഡ്മില്ലൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഏത് ജിമ്മിനും തളർന്നു വരും. കാരണം അത്രയും എൻഗേജ്ഡ്, മൊത്തം ഫുൾ ബോഡി. അതും നമ്മൾ വിചാരിക്കും നല്ല സുഖമല്ലേ ഇത്, പക്ഷെ നമ്മള് അവിടെ നിന്ന് വിടുന്ന ഒരു പിടുത്തം മൊത്തത്തിലൊരു ഫുൾ ബോഡി ടൈറ്റ് ആവും. നമ്മളതിനെ ആരൊക്കെ ചേർന്നിട്ട് പിടിച്ച് കിട്ടിയ പോലും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ തല അങ്ങോട്ട് കറങ്ങിക്കുക അവിടെ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ലിഫ്റ്റിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് കാർഡിയോ. നമ്മള് എന്ന് കളിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക കാർഡിയോ, ലെഗിനും കുറേ ടൈം പോകും. ഈ ഏറ്റവും ഈ തടിയൊക്കെ കുറച്ചിട്ട് ഷേപ്പ് ആകുന്നവരോ ഇതൊക്കെയാണ് ശരിക്കും സമ്മതിക്കുന്നത്. അതൊരു ലീൻ ബോഡി ഉള്ള, ഇപ്പൊ ഞാന് ജിമ്മനാകുന്ന അത്ര സീനുള്ള കേസല്ല. എനിക്ക് ഒന്നും ഇല്ലല്ലോ, കുറയ്ക്കാനൊന്നും ഇല്ലതാണ് കേറ്റല്ല. പക്ഷെ ഉള്ളത് കുറച്ച് അവിടെ തന്നെ ഷേപ്പ് സമ്മതിക്കണം. ഈ ഉണ്ണിക്കണ്ണനെ കണ്ടില്ലേ, 10 കിലോമീറ്റർ കുറച്ചിത്രേ ഒരു വീഡിയോ ഒന്നിരുന്നല്ലോ. പക്ഷെ ഇവരുടെ സ്കിന്ന് ഒരു ഇതാവും തോന്നുന്നുണ്ടല്ലേ, സർജറി ചെയ്യണം. കാരണം സ്കിന്ന് ഇലാസ്റ്റിക്കാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പോകില്ല. നമ്മുടെ ഈ ഒരു പ്രായത്തിലൊക്കെ ആണെങ്കിൽ അത് ഇപ്പൊ ഇത്ര ഫാറ്റ് ഉണ്ടെങ്കിലും അത് തിരിച്ചു പോകും. ഇതൊരു തരം ഒരു കവറല്ലേ, കവറിൽ നിറച്ച സാധനങ്ങള്. സാധനങ്ങൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഈ കവർ സർജറി നഷ്ടപ്പെടും സ്കിന്നിന്റെ. അങ്ങനെ സർജറി ചെയ്ത പാട് അതും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കളയാൻ തോന്നുന്നില്ലേ, പൂണ്ടായിരിക്കും. ഇതില് ബോറില്ലാതെ കളയും. സെൽസ് അല്ലേ തൂങ്ങിക്കഴിഞ്ഞാ മറ്റേ കടല്ലേ നമ്മുടെ ചാടിക്കാൻ പോണ കടല്ലേ മാടൂരുള്ള, അത് തട്ടുകട പോലെ വെട്ടിക്കട പോലെ ആക്കി, വെട്ടിക്കടപ്പലാക്കിയത് ഉള്ളു മറ്റേ മിച്ചറ് താരകൾ അതൊക്കെ അതിന്റെ ഫോട്ടോ വീഡിയോ ഉണ്ട്. അവരനെ കച്ചവടം ഓഫറുകൾ ഇവരുടെ പാർക്കിംഗ് കേട്ടിരുന്നു. ഞങ്ങൾ ചായ വിളിച്ച് കറക്റ്റ് ഇറങ്ങിയപ്പോണ്ട് 2 ബസ് എന്തോ അതിന്റെ സർക്കുലർ എന്തോ മാറിയിട്ട് ഇപ്പൊ. അവര് പറയണത് തന്നെ പോണെന്ന് നകുല് നകുല് പറഞ്ഞു. പിന്നെ ഇൻസ്റ്റയിലും കേട്ടു മറ്റേ ഡ്രൈവർക്ക് തോന്നി അതിലിപ്പോ എന്തൊരു അല്ലടാ. ഇപ്പൊ കമന്റ് കണ്ടട്ടെ, സത്യാവസ്ഥ എന്താന്ന് അറിയില്ല. ഈ ഹോട്ടലിൽ ഇപ്പോ KSRTC ഒരു നിർത്തുന്ന ഒരു ഹബ്ബായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലുകാർ KSRTCക്ക് ഒരു ലീഗലി എന്തൊക്കെയോ ഒരു മീൻസ് ഒരു എമൗണ്ട്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അത് എമൗണ്ട് കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾക്ക് അപ്പൊ KSRTC ആ റൂട്ടിലുള്ള ലോങ് റൂട്ട് ബസ്സുകൾക്കൊക്കെ ഈ ഹോട്ടൽ അലോട്ട് ചെയ്യും. അപ്പൊ ഫുഡിന്റെ സമയത്ത് ഈ ഹോട്ടലിൽ അവർ നിർത്തും. അങ്ങനെ ഒരു ലീഗലി ഉള്ള ഒരു സെറ്റപ്പാണിത്. അപ്പൊ അതൊന്നും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് സേഫ്റ്റി ഒക്കെ അങ്ങനെ അത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതെ അങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിന് കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടാവും. ലേഡീസിനുള്ള ടോയ്ലറ്റ്, അതിന്റെ ഹൈജീനിക്ക്. മറ്റേ കൂട്ടിയിപ്പോ ഇവര് മുന്നേ നിർത്തിയിരുന്ന ഈ മാണൂരെ നിർത്തി കഴിഞ്ഞാൽ ലേഡീസിനൊന്നും ഒരു ദിവസം വരുമ്പോ ആ റോഡിന്റെ 2 സൈഡും കുറെ ഒരുമിച്ച് എല്ലാരും കൂടെ വന്നാലാണ് ബുദ്ധിമുട്ടാവുക. എല്ലാരും വന്ന് കഴിക്കണമെന്നും ഉണ്ടാവില്ല. എന്തായാലും അത് നല്ല കാര്യം. കാരണം ഡ്രൈവർക്ക് ഈ തട്ടുകടയും ചിലപ്പോ തട്ടുദോശ അങ്ങനെയൊക്കെ പറഞ്ഞ് ഫുഡ് അടിപൊളിയായിരിക്കും. പക്ഷെ ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ ടോയ്ലറ്റും കാര്യങ്ങളും. അതെ, ഈ എടപ്പാള് ഇവിടെ നിർത്താനായിട്ട് മുന്നേ നിർത്തി പെരുമ്പിലാവാ. അതെ, പെരുമ്പിലാവ് ഒരു സ്ഥലത്ത് നിർത്തി. നമുക്ക് തന്നെ എന്ത് ബുദ്ധിമുട്ടാ. എവിടെയെങ്കിലും നമുക്കൊക്കെ എവിടെയെങ്കിലും നിർത്തി കിട്ടിയാൽ മതി. അപ്പൊ ചെന്നെങ്കിലും തന്റെ മീൻസ് ആ തീവ്രത അനുസരിച്ച് നമുക്ക് പിന്നെ ഒളിയും മറയൊന്നും വേണ്ട. പിന്നെ പക്ഷെ ലേഡീസിന് അങ്ങനെയല്ലോ, അവർക്കൊരു റീസണബിൾ സമയവും വേണ്ട ഒരു കഴിഞ്ഞ് വരണമെങ്കിൽ. ഇമ്പോർട്ടന്റ് കാര്യം അങ്ങനെയാണ് ഇപ്പോ കച്ചവടം. അതിന്റെ ഇടയ്ക്ക് കണ്ടിരുന്നു മറ്റേ അപ്പുറത്ത് സ്നഗ്സ് ഇല്ലേ, അതിന്റെ അവിടെ ഇതുപോലെ KSRTC അവിടെ ഒരു ഹോട്ടൽ ഉണ്ട്, ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട്.
അല്ല അവിടെ സ്മെറ്റ്സ് അനക്കത്തെ സ്മെറ്റ്സ് ഇല്ലേ? അതിന്റെ അപ്പുറത്ത് ഒരു ഹോട്ടലുണ്ട്, ആ വലിച്ചെറിയുണ്ട്. ഒരു ഹോട്ടലുണ്ട്. അവരും എവിടെ അനക്കൊരു പുതിയ നമ്മള് വരുമ്പോ കാണാറില്ല ഒരു ചെങ്ങൈനെ കൈ ഒരു ഇത് മറ്റേ MS കഴിഞ്ഞോണ്ടല്ലേ ഗവൺമെന്റിനോ അവിടെ ഒരു ആര്യഭവനോ ആനന്ദോ അങ്ങനെ ആനന്ദഭവനല്ല ആര്യഭവൻ ആര്യഭവൻ മെഡ്സ് കഴിഞ്ഞ ഉടനെ ഇന്നിപ്പോ അവിടെ മറ്റേ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കുറെ നിർത്തിയിട്ടുണ്ട്. ഇപ്പൊക്കെ ശബരിമല ഗവൺമെന്റിനെ കൊണ്ടൊന്നും നടക്കില്ല ഒരു പബ്ലിക് ടോയ്ലറ്റ് നല്ല വൃത്തിക്ക്. അപ്പൊ ഇങ്ങനെ ഉള്ളത് ഇതേപോലെ കാലമൊക്കെ ചെയ്ത് ഇത് നല്ലൊരു ഓപ്ഷനാണ് ശരിക്കും. നല്ലൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി വേണം. ആ ഇപ്പോഴത്തെ ടോയ്ലറ്റ് ഒന്നും ശരിയാക്കാൻ പബ്ലിക് ടോയ്ലറ്റ് ഒന്നും ഇല്ല. ഇപ്പൊ ഈ ഏരിയയിൽ എവിടെ ഇല്ലല്ലോ അല്ലെ? കുറ്റിപ്പുറത്തില്ല, എടപ്പാളില്ല, എവിടെ ഇല്ല. കച്ചവടം വണ്ടി നിർത്തിയ ആൾക്കാർ ഇറങ്ങുന്നുണ്ടാവില്ല. നമ്മളെന്നെ ഈ ടോയ്ലറ്റ് കയറുന്നതിന് പറഞ്ഞ അതിന്റെ അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് വെല്ലെങ്കിലും ഉണ്ടാവില്ലല്ലോ കേറാതിരിക്കാൻ വേണ്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ട്രിപ്പിന്റെ കാര്യം തൃശ്ശൂര് KSRTC സ്റ്റാൻഡില് നമുക്ക് എടപ്പാട് പോട്ടെ. ചെക്കൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് മാമന്റെ ഉണ്ടാവും. ക്യാമറ മാമനെ വിളിച്ചേ